Praise the Lord. വചനഹാളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നവർക്ക് ശ്രദ്ധിക്കുക, പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടക്കുന്നത്. സുവിശേഷങ്ങളെ അടിസ്ഥാനമാക്കി യേശുക്രിസ്തുവിന്റെ രക്ഷാകരത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള ദൈവിക നിയോഗങ്ങളെ ലോക ജനതയുടെ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ ഈ പുസ്തകത്തിലൂടെ ഗ്രന്ഥകാരൻ ശ്രമിക്കുകയാണ്. ഗ്രന്ഥത്തിന്റെ കർത്താവായ ശ്രീ സെബാസ്റ്റ്യൻ മോറിസിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം നേരുന്നു. പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് സെക്യൂർ മിനിസ്ട്രിയുടെ ഡയറക്ടർ അച്ഛനായ സിവർഖാൻ ഭട്ടായിൽ അച്ഛനാണ്. നന്ദിയുടെ ഒരു വാക്ക് പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. സേവർഖാൻ വട്ടായിൽ അച്ഛന് പുസ്തകത്തിൻ്റെ ഒരു പകർപ്പ് കൊടുത്തത്. ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം കാൽവരിയിലെ ക്രൂശിൻ ചുവട്ടിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ തുടിക്കുന്ന ഹൃദയവും ക്രിസ്തുവിൻ്റെ ആ മരിച്ച ഹൃദയം കുത്തിത്തുറന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവനുള്ള ഹൃദയമാണ് കുത്തിത്തുറക്കപ്പെട്ടത് എന്ന് സമർത്ഥിക്കുന്ന ഒരു പുസ്തകമാണ് ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെട്ടത്. കാൽവരിയിൽ പരിശുദ്ധ അമ്മ 33 വർഷം ചുമന്ന ശമീയന്റെ വാക്കുകൾ, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. പരിശുദ്ധ അമ്മ 33 വർഷം കൊണ്ട് ഈ വാളിൽ ചുമന്ന് കാൽവരി കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അവിടെ കുത്തിപ്പിളർക്കപ്പെട്ട ഹൃദയത്തെ നോക്കിക്കൊണ്ട് അവിടെ ഉപേക്ഷിച്ചു പോകുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതിൻ്റെ ഒരു കണ്ണുനീർ തുള്ളിയായി ഞാൻ ഈ പുസ്തകം സമർപ്പിക്കുന്നു. കരമുയർത്തി കരമടിച്ച് ഇത് അനാച്ഛാദനം ചെയ്ത വട്ടായലച്ഛന് നമുക്ക് നന്ദി. അട്ടപ്പാടിയിൽ നിന്ന് വന്ന സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ഉണ്ട്. ഒത്തിരി ഒത്തിരി നന്ദിയുടെ വാക്കുകൾ. ഞാൻ ഈ തീരപ്രദേശത്ത് അനേക വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. റിട്ടയർ ചെയ്തു. ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ, സഹനങ്ങളിലൂടെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. അതിൻ്റെ കണ്ണുനീർ തുള്ളി ഈ പുസ്തകത്തിലെ ഓരോ താളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പൈസ പോലും കൈക്കൂലി വാങ്ങരുതെന്ന് വിചാരിച്ച് സർവീസിൽ കയറിയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപമാനിതനായി എല്ലാ ശിക്ഷകളും ഏറ്റുവാങ്ങി സർവീസിനോട് വിട പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഈ പുസ്തകത്തെ സംബന്ധിക്കുന്ന ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അഭിഷേകാഗ്നി ടിവിയിലൂടെ ശാലോമിൻ്റെ അഭിഷേകാഗ്നി ഞാൻ കാണുമായിരുന്നു. രാത്രി 8:30 മുതൽ 9 വരെയും എൽഷദായ് പ്രോഗ്രാം ചൊവ്വാഴ്ച രാത്രി 10 മണി മുതൽ 10:30 വരെയും. ഞാൻ ഈ കത്തും ഈ പുസ്തകവും കൂടി അയച്ചു കൊടുത്തിട്ട് പിന്നീട് അച്ഛനെ ഫോണിൽ കിട്ടിയിട്ടില്ല. ഇത് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന കാർമൽ പബ്ലിക്കേഷൻ പറഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു, പ്രകാശനം എങ്ങും എത്തുന്നില്ല. ഒരു ദിവസം ഈ കഴിഞ്ഞ 6-ാം തീയതി രാത്രി എൻ്റെ ഭാര്യ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ വളരെ വറീഡായി ഈ പുസ്തക പ്രകാശത്തിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നത്? ഇപ്പോൾ അഭിഷേകാഗ്നി ടിവിയിലൂടെ കാണുകയില്ല. ഈശോയോട് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? ഞാനന്ന് പകൽ 5 പ്രാവശ്യം അച്ഛന് ഫോൺ ചെയ്തു. അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. ദിവ്യകാരുണ്യം എടുത്തുയർത്തിയപ്പോൾ ഞാൻ കരം നീട്ടി പിടിച്ചു. ആ TV സ്ക്രീനിലേക്ക് മുട്ടുകുത്തി ആ TV സ്ക്രീനിൽ തൊട്ടില്ലെന്ന് വിചാരിച്ച് ഞാൻ കരം നീട്ടി പിടിച്ചു. എന്നിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ, വിശ്വാസത്തിന്റെ കടലിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ എന്നെ കൊണ്ട് എഴുതിച്ച ഈ മനോഹരമായ പുസ്തകം പരിശുദ്ധ അമ്മയ്ക്ക്
നിന്റെ ആ സ്നേഹവായ്പിന്റെ ചിത്രമാണ് എന്നെ കൊണ്ട് എഴുതിച്ചത് എങ്കിൽ നീ ഇത് എന്നെ കൊണ്ട് എഴുതിച്ചെങ്കിൽ ദിവ്യകാരുണ്യമേ ഇന്ന് 9:05 ഞാൻ ഫോൺ ചെയ്യും അച്ഛനെ. ഫോൺ എടുക്കണം, തീരുമാനം എനിക്കറിയണം. ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു ആ TV സ്ക്രീനിലേക്ക് എൻ്റെ വലത് കൈ നീട്ടിപ്പിടിച്ചു. 9:00 TV പ്രോഗ്രാം തീർന്നു ശാലോമിന്റെ. കൃത്യം 9:05 ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അന്ധകാരനടിയിൽ 30-ാം തീയതി ഈ അനാഥാലയം കരമടിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ഇങ്ങനെ കൺവെൻഷനോടനുബന്ധിച്ച് പുസ്തക പ്രസാദനം ഒന്നും ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ഇതിനു മുമ്പ് അങ്ങനെ അനുവദിച്ചിട്ടില്ല, ചോദിച്ചൊരു സ്ഥലത്തും അനുവദിച്ചിട്ടില്ല. ഇതിന് ശേഷം അനുവദിക്കാൻ ഉദ്ദേശമില്ല. ആരും ഇങ്ങനെ പുസ്തകം കൊണ്ടുവരരുത്. പക്ഷെ ഇത് സെബാസ്റ്റ്യൻ മോറീസ് എന്ന് പറഞ്ഞ ഈ സഹോദരൻ പ്രത്യേകം ഒരു ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നെ 2-3 മാസം ജൂലൈ മാസത്തിൽ എന്നെ ഏൽപ്പിച്ചതാണ്. ഞാനത് ദൈവം എനിക്കൊരു തീരുമാനം തരാതെ ഇതിനെക്കുറിച്ചൊരു തീരുമാനം ഞാൻ പറയുന്നത് നന്നല്ല. ദൈവവചന ശുശ്രൂഷ നടക്കുമ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരുന്നു. കർത്താവ് ഒരു തീരുമാനം തന്നപ്പോൾ പിന്നെ ഞാൻ ആ തീരുമാനം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് ആ പുസ്തകത്തിലൂടെ പരിശുദ്ധ അമ്മയോടുള്ള ഒരു പ്രത്യേക തുറവി ദൈവജനത്തിന് പ്രദാനം ചെയ്യുക. പുസ്തകത്തിൻ്റെ പേരാണ് ദി ക്രൂസിഫൈഡ് ഹാർട്ട്. പരിശുദ്ധ മാതാവിനെ കുറിച്ചുള്ളൊരു പുസ്തകമാണത്. ധാരാളം അങ്ങനെയുള്ള നല്ല നല്ല പുസ്തകങ്ങൾ ലോകത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. പരിശുദ്ധ അമ്മയോടുള്ള അടുത്ത സ്നേഹമൊക്കെ നമുക്കുണ്ടാവും. ഇനി നമ്മളൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്ഷീണമാണോ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് സാക്ഷ്യപ്പെടുത്തണം. അങ്ങനെ അനുഭവം കിട്ടിയത് ഇതിനകത്തിരിക്കുന്നില്ലേ? അട്ടപ്പാടി എന്നുള്ള ടെലിവിഷൻ ശുശ്രൂഷ TV-യിലൂടെ വന്നപ്പോൾ നിങ്ങൾ വീട്ടിൽ വെച്ച് ഈശോയെ സുഖപ്പെടുത്തിയ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അനുഭവം കിട്ടിയ എല്ലാവരും കൈ ഉയർത്തി കാണിച്ച് നിങ്ങളെല്ലാവരും അതൊന്ന് പറയണം. അങ്ങനെ അത് പറയുമ്പം അതിൽ കൂടുതൽ ദൈവകൃപയുണ്ടാവും. ഈ അഴീക്കൽ ദേശത്തിന്, ഈ അന്ധകാരനഴി ദേശത്ത് കർത്താവ് ഈ ടീമിനെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ കർത്താവ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ പ്രഘോഷിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സെബാസ്റ്റ്യൻ മോറിസ് സാറും അതങ്ങനെ പറഞ്ഞത്. ഇവിടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വളരെ ഉന്നത വിധത്തിലുള്ള ജോലി വഹിച്ച വലിയൊരു ദാസനാണ് നമ്മുടെ സെബാസ്റ്റ്യൻ മോറിസ് എന്ന് പറയുന്ന ആ ബഹുമാന്യ അദ്ദേഹം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് അനുഭവം കണ്ട് തുറന്ന് പറഞ്ഞു. അതേമാതിരി അഭിഷേകത്തിന് കണ്ടപ്പോൾ നിങ്ങൾ അനുഭവം. അപ്പം നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ റിസർവ് ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് എഴുന്നേറ്റ് സ്റ്റേജിൽ ഈ ഭാഗത്തേക്ക് വരണം. ഈ ഭാഗത്തേക്ക് കാണുന്നുണ്ടോ? ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ആ പള്ളിമേടയുടെ സൈഡ്, സ്റ്റേജിൻ്റെ ഇടത് ഭാഗത്ത് പള്ളിമേടയുണ്ട്. ഈ ഭാഗത്ത് അപ്പോൾ സ്റ്റേജിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്. അവിടേക്ക് വരുമ്പോൾ വികാരി അച്ഛനും ഷൈജു അച്ഛനും കൂടെ നിൽക്കണ കാണും. അപ്പോൾ ആ ഭാഗത്തേക്ക് സാക്ഷ്യപ്പെടുത്താൻ വരണം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം അടുത്തുള്ളവരോട് പറയണം. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ കിട്ടാവുന്നത് അവിടെ വെക്കാം, സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഇങ്ങോട്ട് വരിക. പിന്നെ അതുപോലെ അട്ടപ്പാടിയിൽ താമസിച്ച് ധ്യാനം കൂടിയ ആളുകൾ ഇതിനകത്തുണ്ട്. അവരുടെ ജീവിതത്തിൽ ഈശോ ധാരാളം അനുഗ്രഹങ്ങൾ ചെറിഞ്ഞിട്ടുണ്ട്. ചെറുതാണോ വലുതാണോ നോക്കണ്ട, നിങ്ങൾ ഇവിടെ ഒന്ന് പറയുക. അങ്ങനെയുള്ളവർ ഇപ്പോൾ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരിക. ഇവിടെ നിങ്ങൾക്ക് സ്പെഷ്യൽ സ്വീകരണം തരുന്നതാണ്. നിങ്ങൾക്ക് പ്രത്യേക സമ്മാനവും അച്ഛനെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവർക്കൊരു സമ്മാനം കൊടുക്കേണ്ടതാണ്. സമ്മാനം ഇല്ലല്ലോ, ഇല്ല, അല്ല, പിന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ തരുന്നതാണ്. ഹല്ലേലൂയ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അങ്ങനെയുള്ളവർക്ക് സമ്മാനവും കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു നിങ്ങൾ കൊച്ചി, മറൈൻ ഡ്രൈവ്, ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി, എടക്കൊച്ചി ഇവിടെയൊക്കെ വന്ന് അഭിഷേകാഗ്നി കൂടിയവരുണ്ട്. അതിലൂടെ വന്ന് അഭിഷേകാഗ്നി കൂടിയവരുണ്ട്. അങ്ങനെ അഭിഷേകാഗ്നി കൺവെൻഷൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ അഭിഷേകാഗ്നി കൺവെൻഷൻ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൂടിയപ്പോൾ നിങ്ങൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഇടപെടൽ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നമുണ്ട്, കടബാധ്യതയുണ്ട്, സ്ഥലവിൽപ്പന നടന്നിട്ടില്ല, വീട് വെക്കാൻ ആഗ്രഹമുണ്ട്, നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവിടെ നിന്ന് വെഞ്ചരിച്ച വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു, വെഞ്ചരിച്ച മണ്ണിട്ടു. പെട്ടെന്ന് അത്ഭുതം ഉണ്ടായി. അങ്ങനെ അതൊന്ന് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സാക്ഷ്യപ്പെടുത്തണം. അങ്ങനെ ഒരാൾ സാക്ഷ്യപ്പെടുത്തുന്ന സമയത്ത് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഈശോ ധാരാളമായി അത്ഭുതങ്ങൾ വർഷിക്കും. അതുകൊണ്ട് ഈ സമൂഹത്തിൽ കൂടുതൽ ദൈവകൃപ ഉണ്ടാകാൻ വേണ്ടിയാണ്
ടെസ്റ്റിമണി നൽകണം, സാക്ഷ്യപ്പെടുത്തണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്.